വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ഹാഫിളീങ്ങള്, ഖാരിഈങ്ങള്, ഇമാമീങ്ങള്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്നവരെ. രണ്ടാമത്തേത് അൽ മുജാഹിദു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരെ. മൂന്നാമത്തേത് വൽ മുതസദ്ദിഖു ബിമാലിഹി, സമ്പത്ത് അല്ലാഹുവിന്റെ വഴിയിൽ ദാനം ചെയ്യുന്ന മുതലാളിമാർ. ഇവര് 3 പേരാണ് ആദ്യമായി ശിക്ഷിക്കപ്പെടുന്നത്. എന്തേ കാരണം എന്നറിയോ? എന്താ വിഷയം? നമ്മളൊക്കെ മക്കളെ ഹാഫിളീങ്ങളാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആവട്ടെ, അൽഹംദുലില്ലാ. ആലിമീങ്ങൾ വേണം, അൽഹംദുലില്ലാ. പക്ഷേ പഠിച്ചത് എന്തിനായിരുന്നു? ലക്ഷ്യം എന്തായിരുന്നു? ലിയുഖാല ഖാരിഉൻ, ഒരു അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്, അറിയപ്പെടുന്ന ഒരു ഹാഫിളാണ്, അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്, അറിയപ്പെടുന്ന ഒരു വഅദ് പറയുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ ചിന്തകൾ കൽബിനുള്ളിലേക്ക് കടന്നുകൂടിയാൽ നാളെ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് ഇക്കൂട്ടരാണെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു തോന്നലോടുകൂടെ പഠിച്ചത്. വലിയ ആളാവണ്ട, അത് അല്ലാഹു ആക്കിയാലായാൽ മതി. എന്നാലും അങ്ങനെ അല്ലാഹു തആല ഉയർച്ച തരുമ്പോഴും മനുഷ്യൻ മണ്ണിനോളം താഴ്ന്നു നിൽക്കണമെന്നാണ്. ധർമ്മസമരം ചെയ്ത ശുഹദാക്കളിൽ ചില ആളുകൾക്ക് അല്ലാഹു അത്തരം ശിക്ഷ നൽകാൻ കാരണം ലിയുഖാല കദാ വകദാ, നല്ല ധീരനാണ്, നല്ല ധൈര്യമുള്ള ആളാണല്ലേ, ഇത്ര ഈമാനുണ്ടോ എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയല്ലേ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത്. നിനക്കിവിടെ നരകമാണെന്ന് അല്ലാഹു പറയുന്നു. യാ അല്ലാഹ്, മുതസദ്ദിഖു ബിമാലിഹി, സമ്പത്ത് അല്ലാഹുവിന് ദാനം ചെയ്യുന്ന ആളുകൾ. എന്തിനെന്നറിയോ? എന്റെ പേരവിടെ ദ്വാരക്കുമ്പെങ്കിലും വായിച്ചേക്കണം, അല്ലെങ്കിൽ ഞാൻ തെറ്റും, അല്ലെങ്കിൽ ഞാൻ മഹല്ല് വിടും, അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും, എന്റെ പേര് മേലെ എഴുതണം, എന്നെ പിടിച്ചിരുത്തണം, എനിക്ക് സ്റ്റേജിൽ ഒരു ചെയർ വെച്ചിരണം, ഇല്ലെങ്കിൽ ഇവിടെ കുഴപ്പമാണ്. അങ്ങനെയൊക്കെയുള്ള മേന്മ നടിക്കുന്ന ആളുകൾ, അവരെ കൊണ്ടുവന്നിട്ടാണ് ആദ്യം നരകം അവരുടെ മേലാണ് പടർന്നു പിടിക്കുക. അവ്വലു മൻ തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ. ഈ 3 കാര്യവും കർമ്മങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളതാണ്. ഒന്ന് ഖുർആൻ, പറയേണ്ടതില്ല. വൽ ജിഹാദ് ഫീ സബീലില്ലാ, പറയേണ്ടതില്ല. തസദ്ദഖ് ബിൽ മാൽ, സമ്പത്ത് ദാനം ചെയ്യും. ഇത്രയോളം കൂലിയുള്ള കാര്യം വേറുണ്ടോ? പക്ഷെ ഈ കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ചെയ്തപ്പോ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് ഇവരായി മാറിയെന്ന്. പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങളുടെ കാര്യം പറയണോ? ഈ വിഷയം തന്നെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന കാര്യമാണെങ്കിൽ ബാക്കി നമ്മളൊക്കെ ഓരോ നന്മകളും വിളിച്ചു പറയുകയും ഒന്നും തന്നെ സ്വകാര്യമാക്കി വെക്കാതെ മനുഷ്യൻ അറിയപ്പെടണം, 4 ആളുകൾ അതിനെപ്പറ്റി പാടി പറയണം എന്ന ചിന്തയോടുകൂടെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മം, ഈ 3 തന്നെ അല്ലാഹുവിന് വേണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെ പറ്റി എന്താ പറയാ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ വിശുദ്ധമായ ഹദീസ് പറയുമ്പം 4 പ്രാവശ്യം ബോധരഹിതനായി വീണുപോയി. ഈ ഹദീസ് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ കേട്ടുകൊണ്ട് പറഞ്ഞു, ഖദ് ഫുഇല ബിഹാഉലാഇ കദാ ഫകൈഫ ബിമൻ ബഅദഹു. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ദാനധർമ്മം ചെയ്യുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്യുകയും ചെയ്തവർക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്ന് ചോദിച്ച് കരഞ്ഞു മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. ഫകൈഫ ബിമൻ ബഖിയ മിനൻ നാസ്, മറ്റുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ്? മുആവിയ റളിയല്ലാഹു അൻഹു കരഞ്ഞ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറഞ്ഞു, ഹത്താ ളനന്നാ, ഞങ്ങൾ വിചാരിച്ചുപോയി, അന്നഹു ഹാലികുൻ, മുആവിയ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടങ്ങോട്ട് മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചുപോയി. അത്രക്കങ്ങോട്ട് കരഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു, കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരാണ് ഇതൊക്കെ ഹദീസ് കേൾക്കുന്നത്, പറയുന്നത് നബിയുടെ സ്വഹാബിമാര്. മുആവിയ റളിയല്ലാഹു അൻഹു ബോധമൊക്കെ ഒന്ന് തെളിഞ്ഞ് കണ്ണെന്ന് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് മഹാനവറുകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതുകയാണ്, സദഖല്ലാഹു വറസൂലുഹു, സദഖല്ലാഹു വറസൂലുഹു. അല്ലാഹും അവന്റെ റസൂലും സത്യമാണ് പറഞ്ഞത്, അല്ലാഹും അവന്റെ റസൂലും സത്യമാണ് പറഞ്ഞത്. ശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 15-16 ആയത്തുകൾ മുആവിയ റളിയല്ലാഹു അൻഹു ഓതുന്നു. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ
മനുഷ്യൻ കർമ്മം ചെയ്യുന്നതിലൂടെ ഈ ലോകത്തെ സുഖസൗകര്യങ്ങളും സമ്പത്തുമാണ് ആഗ്രഹമെങ്കിൽ നമ്മളത് ഇഷ്ടം പോലെ കൊടുക്കും. പൈസ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ട്. ദുന്യാവ് വെച്ചിട്ട് അല്ല, ദീന് വെച്ചിട്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കുക. കയ്യും കണക്കുമില്ല. ഒന്ന് കഴിഞ്ഞാൽ വേറെ പദ്ധതി, അത് കഴിഞ്ഞാൽ വേറെ പദ്ധതി. എവിടേക്കാതൊക്കെ പോകുന്നത് പദ്ധതിയിട്ട് നടക്കുന്നില്ല. പുതിയ പദ്ധതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സമ്പത്ത് ആരുദ്ദേശിക്കുന്നുണ്ടോ അള്ളാഹു സമ്പത്ത് കൊടുക്കും. അതിന് കൊടുക്കാനും ആളുണ്ടാവും. കുറെ സാധുക്കളുടെ കാശയിൽ പോവുകയും ചെയ്യും. നുവഫി ഇലൈഹിം ഫീഹാ, അല്ലാഹു തആല നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ, എല്ലാ കർമ്മങ്ങളും അല്ലാഹു ഈ ലോകത്തേക്ക് തന്നെ കൊടുക്കും അവർക്ക്. അവരുടെ ലക്ഷ്യം അതാണല്ലോ. അങ്ങനെയാവും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, സമ്പത്തിനൊരു കുറവ് ഈ കൂട്ടർക്ക് ഉണ്ടാവില്ല. ചെയ്യുന്ന കർമ്മങ്ങളുടെ ലക്ഷ്യം അല്ലാഹുവല്ല, മറ്റെന്തോ ആണ്. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, നാളെ പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും ഇവർക്കില്ല. വഹബിത മാ സ്വനഉ ഫീഹാ, അവരിവിടെ ചെയ്തതെല്ലാം വലിയ വലിയ കാര്യങ്ങൾ തന്നെ. പക്ഷേ അല്ലാഹു അത് തകർത്തു കളയും. വബാതുലും മാ കാനൂ യഅമലൂൻ, ചെയ്തുകൊണ്ടിരുന്ന എല്ലാ നന്മകളും അല്ലാഹു തആല നശിപ്പിച്ചു കളയും. ആഗ്രഹം അതാണെങ്കിൽ അല്ലാഹു അത് തരും. ദുനിയാവിന്റെ വിഷയം അങ്ങനെയാണ്. മൻ സമ്മഅ അന്നാസ ബിഅമലിഹി സമ്മഅ അല്ലാഹു ബിഹി മസാമിഅ ഖൽഖിഹി, ആർക്കെങ്കിലും പ്രശസ്തി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നാലാളുകൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മൻ സമ്മഅ അന്നാസ ബിഅമലിഹി, ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഞാൻ ഏതോ വലിയ ആളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് നടക്കും? സമ്മഅ അല്ലാഹു ബിഹി മസാമിഅ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുഴുവൻ ചെവിയിലും ആ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കും. എന്താണെന്നറിയോ? വസഗ്ഗറഹു വഹഖറ, കുട്ടികൾക്ക് പോലും ആ മനുഷ്യനോട് ബഹുമാനം ഉണ്ടാവില്ല. അല്ലാഹു ആ മനുഷ്യനങ്ങ് നിന്ദനാക്കും, പ്രശസ്തിക്ക് കൊടുക്കും. പക്ഷേ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു ബഹുമാനം എടുത്തു കളയും. ആ മനുഷ്യനങ്ങോട്ട് ചെറുതാക്കും. ഹഖറഹു, അല്ലാഹു നിസ്സാരമായി കാണും. ഇതൊരു അപകടമാണ്. അല്ലാഹു അത്തരം അപകടങ്ങളിലൊന്നും പെടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.